മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയ്ക്ക് കേരളത്തിൽ എന്താണ് ബന്ധം? ഇയാൾ 2008-ൽ കൊച്ചിയിൽ എത്തിയത് എന്തിനാണ്? റാണയുടെ കേരള ബന്ധം തേടി NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ പല നഗരങ്ങളിലും ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്നാണ് സൂചന. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊച്ചിയിലും ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചേക്കുമെന്നും സൂചനയുണ്ട്. തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇയാളുടെ കേരള ബന്ധം NIA അന്വേഷിക്കുന്നത്. 2008-ൽ കൊച്ചിയിലെത്തിയ റാണയെ സഹായിച്ചവർ ആരൊക്കെയെന്നതിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിലെത്തിയതെന്ന് റാണ പറഞ്ഞതായി സൂചന. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന രീതിയാണ് റാണ തുടരുന്നത്. 2005 മുതൽ മുംബൈയിൽ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ റാണയടക്കം പ്രതികൾ തുടങ്ങിയെന്നാണ് NIA നൽകുന്ന വിവരം. അതിനിടെ 2008-ലാണ് റാണ കൊച്ചിയിലെത്തിയത്. 2008-ലെ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് സംശയമുണ്ട്. റാണ എത്തിയത് ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനെന്നാണ് NIAക്ക് കിട്ടിയ വിവരം. 17 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. കൊച്ചിയിലും ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചേക്കുമെന്നാണ് സൂചന. ഇതിനിടെ റാണയെയും ഹെറ്റ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തു. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെറ്റ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയത്. റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ദില്ലിയിൽ എത്തിച്ചു. അതേസമയം FBI റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ NIAക്ക് കൈമാറി. News 18 കൊച്ചി.